ഷിരൂരിൽ അർജുനായുള്ള രക്ഷാപ്രവർത്തനം അത് പുരോഗമിക്കുകയാണ്. ദൗത്യം അത് കൂടുതൽ ഊർജ്ജസ്വലമായത് ഇന്നലെ മുതലാണ് എന്നുള്ളത് പറയാതെ വയ്യ. അതുവരെ ഉണ്ടായിരുന്ന മണിക്കൂറുകൾ അതായിരിക്കാം ഒരുപക്ഷെ ഇനി നിർണായകമാകാൻ പോവുക. നമ്മൾ ഇനിയുള്ള മണിക്കൂറുകളും അതിസങ്കീർണമാണ്, അതിനിർണായകമാണ്. സൈന്യം എത്തും അല്പസമയത്തിനകം. ഇപ്പോൾ സമയം 12:20 1:00 സൈന്യം അവിടെ എത്തുമെന്നാണ് നേരത്തെ നമുക്ക് ലഭിച്ച വിവരം. നമ്മൾ സ്ഥലത്ത് നിന്ന്, ആ പ്രദേശത്ത് നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് നമ്മളോടൊപ്പം KV ബൈജു പങ്കുവച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് രക്ഷാപ്രവർത്തക സംഘാംഗങ്ങളെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ ഇടപെടലുണ്ട്. ഒപ്പം കർണാടകയും കൃത്യമായി ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇടപെടൽ നടത്തുന്നുവെന്ന് KM അഷ്റഫ് MLA നേരത്തെ പ്രതികരിച്ചിരുന്നു. വലിയ വീഴ്ചയുണ്ട് എന്നുള്ള ആരോപണം പക്ഷേ കുടുംബവും ബന്ധുക്കളും ഒക്കെ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. ആ സാഹചര്യം കൂടി ഉണ്ട്. എന്താണ് സന്തോഷ വാർത്ത വേഗത്തിൽ കേൾക്കാനായി നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പെട്ടെന്ന് ആ രക്ഷാകരങ്ങൾ അർജുനെ തേടി എത്തട്ടെ, ആ രക്ഷാകരങ്ങളിൽ പിടിച്ച അർജുൻ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എന്തായാലും അർജുൻ്റെ ആ വരവിനായി കാത്തിരിക്കുന്ന ഒരു നാടുണ്ട്, പൂർണ്ണമായും ആ കുടുംബമുണ്ട്. നമ്മളെല്ലാവരും മലയാളികൾ പൂർണ്ണമായും അർജുന് വേണ്ടി കാത്തിരിക്കുന്നു. ഷിരൂരിലേക്ക് ഇത്രമാത്രം നമ്മൾ ഷിരൂരിലെ ആ മലയിടുക്കിലേക്ക് നമ്മൾ ഇങ്ങനെ കൗതുകത്തോടെ നോക്കുന്നത്, ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുന്നത് വലിയൊരു പ്രതീക്ഷയിലാണ് എന്നുള്ളതാണ്. CV അനുമോദ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. നേരത്തെ അനുമോദ് അവിടുത്തെ ചില ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പ്രതികരണം തേടിയിരുന്നു. ഇതിനിടയിൽ കോഴിക്കോട് തന്നെ ഒരു പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്, സേവ് അർജുൻ എന്നുള്ള മറ്റുള്ളൊരു ക്യാമ്പയിൻ. നാട്ടുകാരൊക്കെ പറയുന്നത് ഇത് നേരത്തെ വേണ്ടിയിരുന്നതാണ്, ഇത്രയും ത്വരിത വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം എന്ന് തന്നെയല്ലേ. അവർക്കൊരു നേരിയ പരാതിയില്ലേ, വേറൊരു നേരിയ ഒരു അസ്വാരസ്യമില്ലേ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ? എൽദോ, ഒരു സംശയവുമില്ല. ഇത് ഏറെ വൈകിക്കഴിഞ്ഞു. ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴത്തെ നിലയിൽ എത്താൻ എന്ന കാര്യത്തിൽ നാട്ടുകാർക്കെല്ലാം ഒരേ അഭിപ്രായമാണുള്ളത്. ഈ അപകടം നടന്ന് വിലപ്പെട്ട 2 ദിവസങ്ങൾ ഈ കാര്യമായി ഒന്നും ചെയ്യാതെ കടന്നുപോയി. ഈ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അതേപോലെ കേരളത്തിൽ നിന്നുള്ളവരുടെയും സമ്മർദ്ദവും നിരന്തരമായ മുറവിളിയും അതിൻ്റെ രീതിയിലുള്ള പ്രതിഷേധവും കാരണമാണ് ഇപ്പോൾ കാണുന്ന നിലയിലേക്കെങ്കിലും ഈ ഒരു രക്ഷാപ്രവർത്തനം എത്തിയിട്ടുള്ളത്. അപ്പോൾ വേണ്ട രീതിയിൽ കർണാടക സർക്കാർ ആദ്യത്തെ ഈ അപകടം നടന്നുള്ള ഗോൾഡൻ ഹവേഴ്സിൽ ഇടപെട്ടില്ല എന്നുള്ള പരാതി തന്നെയാണ് ഇവിടെ ഉയരുന്നത്. അതുതന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും വലിയ പാളിച്ചയായിട്ട് ഇവർ കാണുന്നതും. നമ്മുടെ കേരളത്തിൽ ഒരു അപകടം നടന്നാൽ അത് മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ ചെയ്യാൻ കഴിയുന്നതിൻ്റെ സാധ്യമായ എല്ലാം ചെയ്യുന്നത് നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്. ഈ ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മുടെ കേരളത്തിൽ അത് പലതവണ തെളിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ച് കർണാടകയിൽ നമുക്ക് നടന്ന രക്ഷാപ്രവർത്തനം ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ആദ്യത്തെ 2 ദിവസം, ഇത്തരത്തിൽ വിലപ്പെട്ട 2 ദിവസം കാര്യമായി ഒന്നും ചെയ്യാതെ കടന്നുപോയി. അതിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അതിനുശേഷം ഈ നിരന്തരമായിട്ട് ഈ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും ഒക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ സൈന്യം ഈ ഒരു തെരച്ചിലിന് കഴിഞ്ഞ ദിവസം നടന്ന തെരച്ചിലിൽ തന്നെ സമയം വാച്ച് നോക്കി രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്ന വിമർശനമാണ് നാട്ടുകാർ നടത്തുന്നത്. കൃത്യമായിട്ട് സമയക്രമത്തിൽ ഇടവേളയെടുത്ത് സന്ധ്യയാകുന്നതിന് മുൻപ് തെരച്ചിലെല്ലാം നിർത്തി മടങ്ങിപ്പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഒരു മനുഷ്യജീവന് നൽകുന്ന വില കർണാടകയിൽ ഇത്രമാത്രമേ ഉള്ളൂ എന്ന വലിയ പ്രതിഷേധമാണ് ഈ നാട്ടിൽ എല്ലാവർക്കും പങ്കുവെക്കാനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അല്പസമയം മുൻപ് ഇവിടെ സേവ് അർജുൻ എന്ന ഫോറത്തിൻ്റെ പേരിൽ പരസ്യമായിട്ട് പ്രതിഷേധ പ്രകടനം തന്നെ നടന്നത്. ഈ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിൽ സാധ്യമായ എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ച് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തി അർജുനെ തിരിച്ചു കൊണ്ടുവരണം എന്ന ആവശ്യമാണ്, പ്രാർത്ഥനയാണ് ഈ നാട്ടിൽ എല്ലാവർക്കും പങ്കുവെക്കാനുള്ളത്. അത് കാര്യമായ ഒരു വേഗത കൈവരാത്തതിൻ്റെ പ്രതിഷേധമാണ് നാട്ടുകാർക്കെല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ പങ്കുവെക്കാനുള്ളത്. നമ്മളോട് അല്പസമയം മുമ്പ് സംസാരിച്ചവരൊക്കെ തന്നെ അതുതന്നെയാണ് പറഞ്ഞത്. നമുക്ക് ഏറെ സമയം ഇവരെ പ്രതികരണങ്ങൾ തേടാൻ കഴിയില്ല. കാര്യം എല്ലാവരും മാനസികമായിട്ടൊക്കെ വലിയ വിഷമത്തിലും അത്തരത്തിൽ നിരാശയിലും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ അവരുടെ വീടിനടുത്ത് നിന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ അന്തരീക്ഷം ഇങ്ങനെയാണ് എന്ന കാര്യം പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. എന്താണെങ്കിലും വരും മണിക്കൂറുകൾ നിർണായകമാണ്. അവിടെ സൈന്യത്തിൻ്റെ ഒരു ഇടപെടൽ തുടങ്ങുന്നതിലെ പ്രതീക്ഷയാണ് ഇവിടെ എല്ലാവർക്കും പങ്കുവെക്കാനുള്ളത്. ഏറെ വൈകാതെ കാത്തിരിക്കുന്ന ആ ഒരു ശുഭവാർത്ത, ആ ഒരു അത്ഭുതം, മഹാത്ഭുതം, അത് ഒരു ശുഭവാർത്തയായിട്ട് കേൾക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ നാട് ഒന്നാകെ. എൽദോ.
ശരി, ഒരു നാടൊന്നാകെ കാത്തിരിക്കുകയാണ് അർജുന് വേണ്ടി. ആ കോഴിക്കോട് ആ നാട്ടുകാർ, പ്രദേശക്കാർ മാത്രമല്ല, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഒരു വ്യത്യാസവുമില്ലാതെ അർജുൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ അർജുൻ്റെ രക്ഷാപ്രവർത്തനം അത് നമ്മൾ ഇന്നലെ മുതൽ ന്യൂസ് 18-ൽ ആണ് ഓരോരോ അപ്ഡേറ്റുകളും ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ലൊക്കേഷൻ കണ്ടെത്തിയത് മുതൽ KB ബൈജു ഓരോ വിവരങ്ങൾ നമുക്ക് അപ്പോൾ പങ്കുവെക്കുന്നു. നമുക്ക് പ്രതീക്ഷയോടെ KB ബൈജുവിൽ തന്നെ അർജുനിലേക്ക് അർജുനെ നമ്മൾ കണ്ടെടുത്തു എന്നുള്ള വാർത്ത വരുന്നതിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. സൈന്യം വരുന്നുണ്ട്, നാവികസേന എത്തിയിട്ടുണ്ട്, കൂടുതൽ രക്ഷാദൗത്യം അതിനുള്ള ഊർജമാക്കുന്നുണ്ട്. അർജുനായുള്ള രക്ഷാപ്രവർത്തനം അത് പുരോഗമിക്കുന്നു. പക്ഷെ അതിനിടയിൽ വീഴ്ചയുണ്ടായി എന്ന് സമ്മതിക്കുകയാണ് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച സംഭവിച്ചു എന്ന് MLA പറയുന്നു. ഗുരുതരമായിട്ടുള്ള ആരോപണമാണത്. All these thing efforts and particularly our NIT people have given some identification with the radar and till that radar we have reached but not yet we have found anything. Now we are not finding anything but definitely we will go another 5 meter depth now. Okay. And if you want to be there with us, please you come. No Yes, issue. we want to be there. Yeah, you have to come. When the army people come to here? Army people already they have intimated by 10:30 to 11 they are exporting From Belgaum. from Belgaum. So 40-member unit. Yeah, So Navy unit is also. Navy already it is there in the site and with the diving people, with NDRF and SDRF. But people. Arjun's family is So, very much CM disappointed that the district coordination is not sufficient. That is true. I also do agree with these points. But they are making the efforts. But it is not ethically planned. What we call Not systematic and planned. not systematic. So but there is a fallout from the district yeah, authority. because of we were having some scared about again sliding of the land. Okay. Sir, CM will visit the spot. CM will come at 2:30 directly to the site. Okay. To that day. 2:30. So- by 12 o'clock he is reaching Goa airport, and from there he will come directly to the site. And the people are saying that the rescue mission has not started. Now I am 7:30. going there and I will start. now. Only CM or other minister will come in. Minister, our revenue minister is already at the site, and he will also accompany ADGP Hitendra and one more ADGP Simant Kumar and one more fire. MLA ആണ് പ്രതികരിച്ചത്. അതിലൊരു വീഴ്ച സംഭവിച്ചു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. നമ്മൾ